വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഫസ്റ്റ് യൂസിൽ തന്നെ പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കീ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പാലും അതേപോലെ തന്നെ കോഫി പൗഡറാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റൈസ് ഫ്ലോർ ആണ്, അരിപ്പൊടിയാണ്. റൈസ് ഫ്ലോർ ഞാൻ ഒരു കണ്ടെയ്നറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെന്ന് ബൈ മിസ്റ്റേക്ക് വാസ്ലിൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് നമ്മൾ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നുള്ള കാര്യം ഡീറ്റെയിലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കോഫിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൊണ്ടിട്ട് റിച്ച് ആണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആക്നീസ് ഒക്കെ റിമൂവ് ചെയ്യാനും ടാൻ ആയിക്കോട്ടെ ലൈറ്റൻ അപ്പ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. മിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. അതേപോലെ തന്നെ ആക്നിക്കൊക്കെ നല്ലോണം ട്രീറ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാനും എക്സ്പോളിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. അതായത് പ്രീമച്ചുർ ആയിട്ടുള്ള ഏജിങ് പോലും നമുക്ക് ഈ ഒരു മിൽക്ക്, കോഫി അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പം നല്ല വ്യത്യാസം നമുക്ക് കണ്ടുവരും നമ്മുടെ സ്കിന്നിലൊക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നീഡഡ് ക്വാണ്ടിറ്റി കോഫി പൗഡർ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാലാണ്, അതായത് മിൽക്കാണ്. നോർമലി നമ്മൾ ഈ ഒരു പാലൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ പാക്കൊക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ സ്കിൻ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ ലൈറ്റൻ ചെയ്യാൻ, ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റനിങ് മോയ്സ്ചറൈസിങ് ഫീലൊക്കെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു റിസൾട്ട് വിസിബിൾ ആവും. അതാണ് പാലിൻ്റെ ഒരു പ്രത്യേകത. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം ആവശ്യത്തിന് നോക്കിക്കണ്ട് മാത്രം ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, എക്സാക്ട്ലി ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ആയിപ്പോൾ നമുക്ക് കുറച്ചൊരു തിക്ക് പേസ്റ്റ് രൂപേണയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ കുറച്ച് പാല് കൂടിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും അതൊന്ന് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ടാലി ആക്കാൻ വേണ്ടിയിട്ട് കോഫി പൗഡറും കുറച്ച് കൂടുതൽ ഇടേണ്ടി വന്നു. അതേപോലെ തന്നെ നമ്മുടെ റൈസ് ഫ്ലോറും കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാൻ പറ്റും. കുറച്ച് വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ആയിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒരിക്കലും എടുക്കരുത് കേട്ടോ. കുറച്ചൊരു തിക്ക്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ക്രീമി ടെക്സ്ചർ വൈസിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഫൈനലി ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കോഫി പൗഡറും അതേപോലെ തന്നെ റൈസ് ഫ്ലോറൊക്കെ വീണ്ടും കുറച്ചുകൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് രൂപേണ ആക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഫിയുടെ ആ ഒരു കുറച്ച് എന്താ പറയുക ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, കോഫിയും നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യും ബ്ലഡിൻ്റെ ഫ്ലോ ഒക്കെ. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും നമ്മുടെ സ്കിന്നിൽ. ആ ഒരു ആക്നീസ് മാത്രമല്ല, സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യും. നന്നായിട്ട് ആ ഒരു രക്തഓട്ടമൊക്കെ നടന്നാലല്ലേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൽ ആ ഒരു എക്സാക്റ്റ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, ഡെഡ് സെൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു സ്കിന്നായിരിക്കും. ബ്ലെമിഷേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നോർമലി അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പാലും റൈസ് ഫ്ലോറും അതേപോലെ തന്നെ കോഫിയൊക്കെ. അപ്പോൾ റൈസ് ഫ്ലോർ നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു ബ്ലെമിഷേഴ്സ് ആയിക്കോട്ടെ ആക്നീസ് ആയിക്കോട്ടെ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും ഡാർക്ക് സർക്കിളൊക്കെ നമുക്ക് നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രീമച്ചുർ ആയിട്ടുള്ള ഏജിങ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും കോളേജൻ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനൊക്കെ റൈസ് ഫ്ലോറും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു വി റേസിൻ്റെ ആ ഒരു ഹാംനെസ്, അതായത് ടാൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതുമല്ല കുറേ ഡാർക്ക് സ്പോട്ട് യു വി സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നന്നായിട്ട് കളയാൻ വേണ്ടിയിട്ടൊക്കെ റൈസ് ഫ്ലോർ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ലൈറ്റനിങ് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ കോഫി എടുക്കുക, അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക, ദെൻ നമ്മുടെ റൈസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തിക്ക് പേസ്റ്റ് രൂപേണ ആക്കിയിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ നല്ലോണം ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വൈസ്, അതായത് നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇടുന്നതിന് തൊട്ട് മുൻപ് നല്ലോണം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിരിക്കണം. അതായത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക, അതിനുശേഷം ഒന്ന് പാറ്ററി ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫേസ് ഓവറോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഈവനായിട്ട് എത്തുന്ന രീതിക്ക് നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് ടൈം എടുത്ത് തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കട്ടിക്ക് എന്തുമാത്രം ആ ഒരു പാക്ക് ഉണ്ടാക്കുന്നുണ്ടോ അത്രയും നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. നല്ലോണം നമ്മൾ ഈവനായിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എത്ര നേരം വെക്കണം എന്ന് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്, അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നുകാരാണെങ്കിൽ
നിങ്ങൾ 10 മിനിറ്റ്, അതായത് 8 to 10 മിനിറ്റ് വരെ വെച്ചാൽ മതി. നോർമലി ഓയിലി സ്കിന്നാണെങ്കിൽ അവർ 15 മിനിറ്റ് വരെ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ ഇട്ട് വെക്കാൻ പാടുള്ളൂ, അതായത് ലീവ് ഇറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നല്ലോണം ഒന്ന് സ്ക്രബ് ഓവർ ചെയ്യാം. നമ്മുടെ മുഖം വാഷ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്യുമല്ലോ, വെള്ളം തളിച്ച് കൊടുക്കുമല്ലോ, ആ ഒരു ടൈമിൽ വേണം സ്ക്രബ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും നമ്മൾ വളരെ ജെൻറ്റിലി ആയിട്ട് വേണം, അതായത് ഹാഷായിട്ടോ അല്ലെങ്കിൽ റഫായിട്ട് നമ്മൾ എടുത്തു പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങ് കഴുകിയെടുക്കാന്നുള്ള രീതിക്ക് ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി ജെൻറ്റിലി സ്ക്രബ് ഔട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൻ്റെ പുറമേയുള്ള ആ ഒരു ഡെഡ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു പോഴ്സിനുള്ളിൽ ആ ഒരു എക്സ്പോളിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നോർമലി പോഴ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഓയിൽസ് തങ്ങിക്കിടക്കുന്ന വേണ്ടാത്ത ജേംസ് ഒക്കെ നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ സ്ക്രബ് ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ പോവാതെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നന്നായിട്ട് റിമൂവ് ആയി കിട്ടാൻ വേണ്ടി വളരെ സഹായകരമാണ്. അതുകൊണ്ടിട്ടാണ് സ്ക്രബ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കോഫി പൗഡറും അതേപോലെ നമ്മുടെ എന്താ പറയുക അരിപ്പൊടിയില്ലേ, അപ്പോൾ അരിപ്പൊടി എന്ന് പറയുന്നത് ഒരു തരിപ്പല്ലേ, തരിപ്പായിട്ടുള്ള രീതിക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്ത് വരുമ്പം എക്സാക്ട്ലി ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എക്സാക്ട്ലി ഈ ഒരു പാക്കിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റനിങ് എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തക്ക വിധേന ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റിമൂവ് ആയി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആ ഒരു വിസിബിൾ റിസൾട്ട് കിട്ടും കേട്ടോ. ആ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ലൈറ്റനിങ് എന്ന് പറയുന്നത് നല്ലോണം വിസിബിൾ ആവും ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം. അപ്പോൾ നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം പാട്രേ ചെയ്യുക, ഒരു ടവൽ എടുക്കുക, പാട്രേ ചെയ്യുക. ദെൻ നമ്മൾ ടോണറോ അല്ലെങ്കിൽ ഇനിയിപ്പം വളരെ അഫോർഡബിൾ ആയിട്ട് നോർമലി നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് റോസ് വാട്ടർ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡാബറിൻ്റെ റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടർ നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സാക്ട്ലി ആ ഒരു ടോണിങ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ സൂത്തനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ ഇതേപോലെ ടോണറൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ നമ്മൾ മസ്റ്റായിട്ടും എന്ത് പായ്ക്കായിക്കോട്ടെ എന്തൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും ഇതേപോലെ ടോണറൊക്കെ ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആൻഡ് സപ്പിൾ അതേപോലെ തന്നെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് യോജിച്ച മോയ്സ്ചറൈസർ നമ്മൾ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മാമാഅർത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ എക്സാക്റ്റ് പ്രൊസീജിയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ വീക്കിലി നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ 2 ടൈംസേ ഉള്ളൂ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഫി പൗഡറും അതേപോലെ തന്നെ റൈസ് ഫ്ലോർ എന്നൊക്കെ പറയുന്നത് ഒരു തരി ആയിട്ടാണ് കിടക്കുന്നത്. എക്സാക്ട്ലി നമുക്ക് ആ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു സ്ക്രബിങ് അല്ലെങ്കിൽ നോർമലി നമ്മൾ സ്ക്രബ് ഔട്ടൊക്കെ ചെയ്യുന്നത് വീക്ക്ലി 2 പ്രാവശ്യമാണല്ലോ, അതുകൊണ്ടിട്ടാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു.